ഒരു കുഞ്ഞു കഥ പറഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. അതായത് ഒടിഞ്ഞു വീഴാറായ ഒരു മരക്കൊമ്പിൽ ഒരു കിളി ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ മരക്കൊമ്പ് വീഴുന്നതിനെ കുറിച്ചിട്ട് ആ കിളി ഭയപ്പെടില്ല. കാരണം ആ കിളിക്ക് സ്വന്തം ചിറകുകളിൽ അത്രയ്ക്ക് വിശ്വാസമാണ്. അത്തരത്തിലുള്ള സ്വന്തം കഴിവുകളിൽ ആത്മവിശ്വാസമുള്ള പ്രതിഭകളുടെ വേദി കൂടിയാണ് നമ്മുടെ റെഡ് കാർപ്പറ്റ്. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ നമ്മുടെ അതിഥിയായിട്ട് വരാൻ പോകുന്നതും അതേപോലെ ആത്മവിശ്വാസമുള്ള ഒരു അഭിനേത്രിയാണ്. മലയാളികളുടെ എല്ലാം ഒരു കാലഘട്ടത്തിൽ മലയാളികളുടെ എല്ലാം പ്രിയങ്കരിയായ അഭിനേത്രി നമ്മുടെ സ്വന്തം മേനക ചേച്ചി. സോ ലെറ്റ്സ് വെൽക്കം മേനക സുരേഷ്. വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്. ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ എന്താ പൂവൊക്കെ വെച്ച് കണ്ടപ്പോഴേ പഴയ ഒരു മേനക ചേച്ചി ഇങ്ങനെ വീണ്ടും കണ്ട പോലത്തെ ഒരു സന്തോഷം. എനിക്ക് ഒരുപാട് സന്തോഷം. അതെ, എന്തുണ്ട് വിശേഷം പറയൂ? സന്തോഷമായിട്ട് ലൈഫ് എല്ലാം നന്നായി പോണു. ആൻഡ് ഇപ്പോ അതായത് കുറെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതായത് ഭാര്യയാണ്, അമ്മയാണ്, അമ്മായിയമ്മയാണ്, പ്രൊഡ്യൂസറാണ്, അങ്ങനെ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇതൊന്നും ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നല്ലോ കുഞ്ഞിലെ. ആ നാഗർകോവിലിൽ താമസിക്കുന്ന, അമ്മയുടെ കൂടെ പോകുന്ന, പഠിക്കുന്ന, സിനിമ, ആ വിശേഷങ്ങളെ കുറിച്ചാണ് നമുക്ക് കേൾക്കേണ്ടത്. അത് പറഞ്ഞു വരുമ്പോ ഇപ്പൊ എനിക്കൊരു റീവൈൻഡ് ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ട് പോയാലോ എന്ന് ആലോചിക്കും. അങ്ങനെ തോന്നുന്നുണ്ടല്ലേ? ശരിക്കും നാഗർകോവിലല്ല, നാഗർകോവിലിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകണം. ദാറ്റ് ഈസ് തിരുക്കുറുങ്കുടി എന്ന് പറയുന്ന 108 ദിവ്യക്ഷേത്രത്തില് ഒരു അമ്പലം ഉള്ള ഒരു നാടാണ് തിരുക്കുറുങ്കുടി. അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. പിന്നെ പഠിച്ചത് മുഴുവൻ ചെന്നൈയിലായിരുന്നു. അതും പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണമെങ്കിലും പറയാം, എനിക്ക് ഫ്രണ്ട്സേ ഇല്ല. ഇപ്പോഴും അമ്മയോട് വഴക്ക് പറയാം, എനിക്ക് ഫ്രണ്ട്സ് ഇല്ലാതെ ആയത് അമ്മ കാരണം. കാരണം എന്ന് വെച്ചാൽ രാവിലെ സ്കൂളിൽ പോകുമ്പോഴും അമ്മയുടെ കൂടെ പോകും, തിരിച്ചു വരുമ്പോൾ അമ്മയുടെ കൂടെയാണ്. പിന്നെ സ്റ്റാഫ് റൂമിൽ ആഹാരം കഴിക്കുന്നത് അമ്മയുടെ കൂടെയാണ്. അമ്മയുടെ കൂടെയാണ് ആഹാരം കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഫ്രണ്ട്സ് ഒത്തിരി വേണം എന്നുള്ളത്. പക്ഷെ ഞാൻ വരുമ്പോൾ എൻ്റെ അമ്മയുടെ പേര് സരോജ, അപ്പൊ എന്റെ പേര് പത്മാവതി എന്നാണ് സ്കൂളിലെ പേര്. എന്നെ എല്ലാരും RS അമ്മയുടെ പേര് സരോജ ആയതുകൊണ്ട് RS. അപ്പൊ ഞാൻ ഇങ്ങനെ എനിക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒരു കൂട്ടറായിട്ട് അവിടെ ഇരിക്കും. പക്ഷെ എനിക്ക് അവരുടെ കൂടെ പോയി ഇരുന്ന് സംസാരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഞാൻ അടുത്തേക്ക് വരുമ്പോഴേക്കും RS വരുന്നുണ്ട്, പേസാതിങ്ക എന്നുവെച്ചാൽ എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അമ്മയോടുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അവിടെ ഒരു മരമുണ്ട്, ആ മരത്തിന്റെ അടുത്ത് പോയി എന്റെ എല്ലാ കാര്യങ്ങളും പറയും. മരത്തിനോടാണ് എല്ലാം പറയും. ആരും എന്നോട് പിന്നെ ജയശ്രീ എന്നോട് സംസാരിക്കുന്നില്ല, ജാവല് പറയുന്നില്ല, ഇവര് പറയുന്നില്ല, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അങ്ങനെ പറയും. ഒരു നമ്മുടെ ഉള്ളിലുള്ള അങ്ങനെ ആരുടെങ്കിലും പറഞ്ഞിട്ട് അങ്ങ് പോകുന്ന പോലെ അതിനോട് പറയും, ഞാൻ അങ്ങ് പോവും. അപ്പൊ ആ ചൈൽഡ്ഹുഡ് ഒക്കെ അങ്ങനെ അമ്മയുടെ കൂടെയും വീട്ടുകാരുടെ കൂടെയൊക്കെ അങ്ങനെ പോയി. ആൻഡ് സിനിമയിലേക്കുള്ള എൻട്രി എവിടെ നിന്നാണ് ആ ഫസ്റ്റ് ഒരു വിളി വന്നത്? നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നോ? ഇല്ല, അയ്യോ എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഒന്നും എനിക്കറിയില്ല, ഒരു ഇതും അറിയത്തില്ല. പക്ഷെ അമ്മ ഭയങ്കര എൻസൈക്ലോപീഡിയാണ് സിനിമയെ കുറിച്ച്. ആണോ? ടീച്ചർ ആയിരുന്നിട്ട് അമ്മ സ്കൂളിൽ നാടകം ഡയറക്റ്റ് ചെയ്യുന്ന ആളാണ്. സ്കൂൾ ഡ്രാമാസ്, ടീച്ചേഴ്സ് ഡേക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ചിൽഡ്രൻ ഡേക്ക് ഒക്കെ വരുമ്പം അമ്മയാണ് ഡ്രാമ. ഒരു നല്ല ഇതാണ്. അമ്മ പാട്ട് പാടും, അമ്മ നന്നായിട്ട് ഡാൻസ് ചെയ്യും. ഞാനൊരു 9th സ്റ്റാൻഡേർഡ് അങ്ങനെയൊക്കെ പഠിക്കുമ്പോഴേക്കും അമ്മയുടെയും അച്ഛൻ്റെയും സ്റ്റുഡൻറ്റ് ഒരാളുണ്ടായിരുന്നു, സുബ്രഹ്മണ്യൻ എന്നും പറഞ്ഞിട്ട്. ഒരു 9th 10th പഠിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ട്, സാർ ഉങ്ക ഡോട്ടർ ரொம்ப അഴകാ இருக்காங்களே സാർ, സിനിമയിൽ ആക്ട് பண்ணலாமே. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു, അങ്ങനെയൊന്നും ഞങ്ങൾക്കൊന്നും ഒരു ചിന്തയൊന്നുമില്ല, തന്നെ എന്തെങ്കിലും വന്നാൽ നമുക്ക് നോക്കാം എന്നുള്ള മട്ടിൽ പറഞ്ഞു. അങ്ങനെ നമ്മുടെ വിയറ്റ്നാം വീട് സുന്ദരം എന്ന് പറഞ്ഞൊരു വലിയ റൈറ്റർ ഉണ്ട് തമിഴിൽ. അദ്ദേഹം ഒരു സ്വന്തമായിട്ട് ഒരു പടം എടുക്കുന്നു എന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിന് ഒരു സ്വരങ്ങളൊക്കെ പാടാൻ അറിയാവുന്ന ഒരു കുട്ടി ആർക്കെങ്കിലും അറിയാമോ, പാട്ട് പാടാൻ ഒത്തിരി സ്വരങ്ങളുണ്ട്. അപ്പൊ എനിക്കത് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്രാഹ്മണ കുട്ടിയുണ്ട്, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നു. അപ്പൊ എന്നെയാണ് ആദ്യമായിട്ട് വിയറ്റ്നാം വീട് സുന്ദരം അങ്കിളിൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ആ പടം നടന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് വലിയ വിഷമം. പക്ഷെ ഒരു കുട്ടിക്ക് ഒരു ആഗ്രഹം കൊടുത്തിട്ട് ഞാൻ എനിക്കങ്ങനെ ഒന്നുമില്ല സാർ, ഞാൻ അങ്ങ് പോക്കോളാം, എനിക്കങ്ങനെ ഒരു ഇൻട്രസ്റ്റും ഇല്ല, ഒന്നുമില്ല. അല്ലല്ല, എനിക്കത് വിഷമമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ദുർഗ കമ്പൈൻസിൽ രാമായി വയസ്സുക്ക് വന്നിട്ടാന്നുള്ള ഒരു തമിഴ് പടത്തിന് ദേ വേർ സെർച്ചിങ് ഫോർ ഹീറോയിൻ. ഒത്തിരി 4-3 വർഷമായിട്ട് തപ്പുവാണ് അത്ര. അപ്പൊ അദ്ദേഹത്തിന് എന്നെ എന്താണെന്ന് എന്നെ അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞില്ല, ഡയലോഗ് പറഞ്ഞ് കാണിക്കാൻ പറഞ്ഞില്ല, അങ്ങനെയൊക്കെ ചെയ്യും പോലും. പക്ഷെ അതൊന്നും എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷെ പുള്ളിക്കാരന് എന്നെ ഭയങ്കര ഇഷ്ടമായി. പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പത്മാവതി എന്നാണ് പേര് എന്ന് പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ട് പേര് വെക്കണം എന്ന് പറഞ്ഞ് ആ അഴകപ്പൻ സാറാണ് എനിക്ക് മേനക എന്നുള്ള പേര് വെച്ച് ആദ്യമായിട്ട് ആ പടം. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്കിൾ എന്ത് കണ്ടിട്ടാണ് എന്നെ നിങ്ങൾ ഈ പടത്തിൽ ഇട്ടത്, എന്താണ്? അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത്, നീ വന്ന നടത്തം താറാവിനെ പോലെയാണ് ഞാൻ നടക്കുന്നത്, ആ പടത്തിന് അത് ആവശ്യമായിരുന്നു.
ഇങ്ങനെ അത് ഇങ്ങനെ ഒരു കുട്ടിത്താവാവ് ഇന്നസെന്റ്. നടക്കുന്നത്. രണ്ടാമത്തെ എനിക്കൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഞാൻ ഈ പണ്ടേ ഇങ്ങനെ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുമ്പോഴോ എന്തെങ്കിലും ഇത് ചെയ്യുമ്പോൾ മോളിൽ പല്ലിയോ വല്ലത് കണ്ട അത് വാല് എങ്ങോട്ട് പോകുന്നു അതനുസരിച്ച് ഇങ്ങനെയൊക്കെ കാണിക്കും. ഇതുപോലെ എനിക്കൊരു സ്വഭാവം ഉണ്ട്. അത് അദ്ദേഹത്തിന് എന്നെ റൂമിലിട്ടിട്ട് എന്റെ ആക്ടിവിറ്റീസ് അദ്ദേഹം ശ്രദ്ധിക്കുമായിരുന്നു. നമ്മൾ അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല. അപ്പൊ അദ്ദേഹത്തിന് ആ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അത് മതി, എന്റെ ക്യാരക്ടറിന് അതാണ് ആപ്റ്റ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം എന്നെ ആ പടത്തിൽ സെലക്ട് ചെയ്തത്. എന്തായാലും അടിപൊളി. ആ ഒരു മെമ്മറി നമ്മളുമായിട്ട് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ റെഡ് കാർപ്പറ്റ് ഷോ എന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോ ആണ്. ചേച്ചി കണ്ടിട്ടുണ്ടാവുമല്ലോ ഏതെങ്കിലും എപ്പിസോഡൊക്കെ. അപ്പം ഇന്നും ചേച്ചിയുടെ മുന്നിൽ പെർഫോം ചെയ്യാനായിട്ട് ഒരു കണ്ടസ്റ്റന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആരാണ് എന്ന് നോക്കാം. ചെറിയൊരു വിഷ്വൽ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ 4 പെൺകുട്ടികൾ നയിക്കുന്ന ഒരു മ്യൂസിക് ട്രൂപ്പാണ് നീലാംബരീസ്. 5 വർഷമായി ഞങ്ങൾ ഈ ട്രൂപ്പ് നയിച്ചുകൊണ്ട് വരുന്നു. ഏകദേശം 500ഓളം വേദികളിൽ ഞങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഏറെ അഭിമാനിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ഞങ്ങളുടെ ഫുൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാരന്റ്സ് ആണ്. രാത്രി വൈകിയാലും ഞങ്ങളുടെ പ്രോഗ്രാംസിനെല്ലാം കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ രക്ഷകർത്താക്കളാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം. ചേച്ചി, നമ്മുടെ റെഡ് കാർപ്പറ്റിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ടാലൻസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. അതും നമ്മുടെ പെൺകുട്ടികൾ. അവരുടെ കുറേ സ്ട്രഗ്ലിംഗ് എക്സ്പീരിയൻസ് ഒക്കെ അതിനൊക്കെ ശേഷം ഇപ്പൊ അവര് ഒരു നല്ലൊരു പൊസിഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ വളരെയധികം സ്നേഹത്തോടെ നമ്മുടെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം നീലാംബരീസ്. ഫസ്റ്റ് നിങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പറയൂ. എൻ്റെ പേര് ശ്രീനിധി. അനുലക്ഷ്മി. അനുലക്ഷ്മി. സമുദ്ര. സമുദ്ര. ക്രിസ്റ്റി സ്റ്റാൻലി. ക്രിസ്റ്റി. ഓക്കെ. ഈ നീലാംബരീസ് എന്നുള്ള ഗ്രൂപ്പ് തുടങ്ങാനുള്ള ആ ഒരു റീസൺ എന്തായിരുന്നു? നിങ്ങൾ ഒറ്റ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് നാളെ ഒരു ഗ്രൂപ്പ് തുടങ്ങാം അങ്ങനെയല്ലല്ലോ. എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള ആ ഒരു കഥ? ഞങ്ങൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് പുറത്ത് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് വന്ന് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ ഇൻഫോം ചെയ്യും. അപ്പോൾ ഞങ്ങൾ മ്യൂസിക് സ്റ്റുഡൻസ് ആണ് പുറത്ത് പ്രോഗ്രാം ചെയ്യുന്നത്. അങ്ങനെ കൊല്ലം സോപാന ഓഡിറ്റോറിയത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ഒരു പ്രോഗ്രാം വന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ BA മ്യൂസിക് സ്റ്റുഡൻസ് എല്ലാവരും കൂടെ പോയി പാടി. അപ്പോൾ അവിടെ ഒരു മെഡിക്കൽ റെപ്പ് ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു നല്ല പാട്ടായിരുന്നു, എല്ലാവരും നന്നായിട്ട് പാടി. അപ്പോൾ ആ ചേച്ചിയുടെ അനിയത്തിയുടെ കല്യാണമുണ്ട്, നിങ്ങളെല്ലാവരും കൂടെ വന്നൊന്ന് പാടുമോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കരുതി എന്നാൽ പാടാം എന്ന് കരുതി ചെന്നതാണ്. അങ്ങനെ പാടി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു, ഒരു ട്രൂപ്പ് ആയാലോ, ഗേൾസ് മാത്രമുള്ള ട്രൂപ്പ് കുറവല്ലേ. അതെ അതെ. ഈ ഗ്രൂപ്പിൽ ആരോ ഒരാള് മെയിൽ സോങ് വോയിസിൽ പാടും. മെയിൽ വോയിസിൽ പാടും അല്ലേ ക്രിസ്റ്റി? പറയൂ. അത് കുഞ്ഞിലെ മുതൽ അങ്ങനെ ഒരു ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഉണ്ടായിരുന്നോ, അതെയോ നിങ്ങൾ ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷമാണോ? ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു മെയിൽ വോയിസ് എടുക്കാൻ തുടങ്ങി. നിങ്ങൾ ഒരുപാട് സ്റ്റേജുകളിൽ ഇപ്പൊ പാടിയിട്ടുണ്ടാവുമല്ലോ. അപ്പം ആ സ്റ്റേജ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? എന്തെങ്കിലും ഒരു ഇനീഷ്യൽ സ്റ്റേജില് നമ്മളിപ്പം പല സ്ഥലത്തും പറയുന്നത് കേൾക്കാമല്ലോ, പെൺകുട്ടികൾ മാത്രം വരുമ്പോൾ ഉണ്ടാവുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രഗ്ലിംഗ് ടൈം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. കാരണം മെയിൽ സിംഗേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഗേൾസ് മാത്രം വന്ന് പാടിയാൽ അത് എത്രത്തോളം വിജയിക്കും എന്ന് വെച്ചിട്ടുള്ള സംശയം എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ അതിനുശേഷം ഞങ്ങൾ 4 പേരായതിനു ശേഷമാണ് ഒരുപാട് കുറച്ചും കൂടെ പിന്നെ മെയിൽ വോയിസ് എടുക്കാൻ ഒരാളും കൂടി വന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻസൾട്ട് വന്നത് കൊണ്ടാണ് ഞങ്ങൾ തന്നെ എന്തുകൊണ്ട് മെയിൽ വോയിസ് ചെയ്തുകൂടാ. അത് ശരി. കൂടെ വന്ന അമ്മമാരായിരിക്കും അല്ലേ? അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ റെഡ് കാർപ്പറ്റ് ഷോയിലേക്ക് വളരെയധികം സന്തോഷം, സ്വാഗതം. നിങ്ങൾക്ക് മേനക ചേച്ചി കണ്ടിട്ട് എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടാവുമല്ലോ ഉറപ്പായിട്ടും. ഭരിതനായി ചെറുതിലേ തൊട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടിയാ. എന്റെ ബുക്കിനകത്തെല്ലാം മേനക ചേച്ചിയുടെ ഫോട്ടോയാ. അത് ശരി. അയ്യോ, അത്രയ്ക്ക് ഇഷ്ടമാണ്, അത്രയ്ക്ക് ഒരു ആരാധനയാണ് അല്ലേ? ഇവിടെ കാണാൻ പറ്റുന്നത് വിചാരിച്ചിരുന്നോ? വിചാരിച്ചില്ല. വലിയ സന്തോഷം, അതിൽ ഭയങ്കര സന്തോഷം, വലിയ സന്തോഷം. അപ്പൊ ഇപ്പൊ മക്കളെക്കാളും കൂടുതൽ അവരാണ് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് അല്ലേ? പിന്നെന്താ, ഒത്തിരിയുടെ ചെറുപ്പമായിട്ട് തോന്നുകയും ചെയ്യുന്നു, സുന്ദരിയായിട്ടുണ്ട്. സുന്ദരിയായിട്ടുണ്ട് അല്ലേ? നമ്മളിതുപോലെ ഒരു പാവാടയും ബ്ലൗസ് കിട്ടിയാൽ ഇടാൻ വലിയ സന്തോഷം കൂടെയാണ്. നിങ്ങൾ അച്ഛന്മാര് രണ്ടുപേരും പറയൂ, മേനക ചേച്ചിയുടെ സിനിമകളൊക്കെ ഒരുപാട് കണ്ടിട്ടില്ലേ? ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് പറ, എന്താ ചേച്ചിയോട് ചോദിക്കാനുള്ള വിശേഷം? അത് അന്നത്തെ കണ്ട അതുപോലെ തന്നെ ഇരിക്കുകയാണ്. അത് അനുലക്ഷ്മിയുടെ ഫാദറാണ്. എന്റെ പേര് റജിൽ കുമാർ എന്നാണ്. ഞാൻ സമുദ്രയുടെ ഫാദറാണ്. ഞാൻ ഓപ്പോൾ സിനിമ മുതൽ കാണുന്നുണ്ട്. ഓപ്പോൾ സിനിമയില്ലേ
അത് മുതൽ കാണുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കണക്ക് ശങ്കർ മേനക ആ ജോഡി ഓ അതൊരു അതെ അതെ ഭയങ്കര അതെ എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു സോ മച്ച്.